എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരെയും എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് ആ ഒരു കലാകാരി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു പെർഫോമൻസ് ശ്രീജ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീജിത. റെഡ് കാർപ്പറ്റിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നമുക്കൊരു മോഹിനിയാട്ടം ഡാൻസറെയാണ് ഇന്ന് അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. ശ്രീജ ചേച്ചി ഒരു ഡാൻസറാണ്. ഡാൻസ് എന്ന കലാരൂപത്തിന് ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ചേച്ചി പറയൂ, ഇങ്ങനെ ഒരു നർത്തകിയെ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണ്. അതെ, എല്ലാവരെയും പോലെ തന്നെ നല്ല ടാലന്റഡ് ഉള്ള പേഴ്സണെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ ഇതാണല്ലോ റെഡ് കാർപ്പറ്റ്. ശ്രീജിതയുടെ ഫസ്റ്റ് ടെലിവിഷൻ ഷോ ആണ്. ഓ ശരി, അപ്പം ഓൾ ദി ബെസ്റ്റ്. ഇതിലൊന്ന് അങ്ങോട്ട് നിറയെ ഷോസ് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മോളുടെ പെർഫോമൻസ്. ശ്രീജിത എത്ര വർഷമായിട്ടാണ് ഡാൻസ് പഠിക്കുന്നത് ഇപ്പം? ഞാനൊരു 24 years ആയി ഇപ്പോൾ ഈ ഫീൽഡിൽ തന്നെ. വളരെ ചെറുപ്പം തൊട്ട് അമ്മ ഇങ്ങനെ കൂടെ കൊണ്ട് ഇങ്ങനെ ഓരോ ഷോസിനൊക്കെ കൊണ്ടുപോകായിരുന്നു. പിന്നെ ആഫ്റ്റർ മാരേജും ഹസ്ബൻഡിനെ സപ്പോർട്ട് കൊണ്ട് പാരൻസിനെ സപ്പോർട്ട് ചെയ്ത് കല്യാണം കഴിച്ചു. പക്ഷെ മുഖം കണ്ട കുഞ്ഞ് കൊട്ടിയെ പോലെ. അപ്പം അങ്ങനെ ഇതിൽ തന്നെ ഫീൽഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു ഡാൻസ് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 years ആയി. ഗ്രേറ്റ്. അപ്പോൾ ഒരു ഡാൻസ് ടീച്ചർ കൂടിയാണ്, പിന്നെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. MA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ്? ചെന്നൈയിലാണ് ചേച്ചി. എന്തായാലും നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ചേർച്ചയുണ്ട്. ശ്രീജിത രണ്ടുപേരും ചെന്നൈക്കായിട്ട് ഒരു ബന്ധമുണ്ട്. ചേച്ചി നാട്ടില് ട്രിവാൻഡ്രാണ്. എവിടെയാണ് നാട്? പാലക്കാടാണ്. പാലക്കാട് എവിടെ? പാലക്കാട് കൊടുമ്പ് പറഞ്ഞൊരു ചെറിയൊരു കൊച്ചു ഗ്രാമത്തിലാണ്. ആ ഒരു വ്യത്യാസം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ ഈ ഷോ അങ്ങ് ഏറ്റെടുത്തിട്ട് ഞാൻ അങ്ങ് മാറി നിൽക്കായിരുന്നു. രണ്ടുപേരും ഡാൻസേഴ്സ് ആണ്. മോളും ഡാൻസർ അല്ലേ? അതെ, ഞാൻ ചെന്നൈയും ശ്രീജിതയല്ലോ. ശ്രീജിതയല്ല. അപ്പൊ പറയൂ, മോഹിനിയാട്ടം തന്നെ ആയിരുന്നോ ചെറുപ്പം മുതലൊരു ഇഷ്ടം? അല്ല, ഞാൻ മൂന്നും പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി മൂന്നിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നു. വേറെ എന്തൊക്കെയാണ് ഇനി ഭാവിയിലുള്ള പ്ലാൻസ്? അതായത് ഡാൻസർ എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ മനസ്സിൽ വെച്ചിട്ടുണ്ടോ? മെയിനായിട്ട് ഇപ്പോൾ MA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം PhD. ഞാൻ ഇങ്ങനെ അറിഞ്ഞു PhD എടുക്കാനുള്ള ഒരു പ്ലാനാണ്. അപ്പൊ അതായത് ഡോക്ടർ ശ്രീജിത അതൊന്ന് കയ്യില് കിട്ടണം. ആൻഡ് അത് ഒരുപാട് എഫേർട്ട് ഉള്ളൊരു ജോലി കൂടിയാണല്ലേ. അതിനുവേണ്ടി നമ്മൾ കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഒരു ഭാര്യയാണ്, അമ്മയാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഈ ഒരു കാര്യത്തിനും കൂടെ ഒരു സമയം എങ്ങനെ കണ്ടെത്താൻ പറ്റും തോന്നുന്നുണ്ടോ? അതെ, കണ്ടെത്തത് തന്നെ. പിന്നെ ഫാമിലിയാണ് മെയിൻ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് വീട്ടിലായാലും പാരൻസ് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇവിടം വരെ എത്താൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ശരി, അപ്പോൾ കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് മോഹിനിയാട്ടത്തിന്റെ ഒരു എന്തെങ്കിലും ഇരുന്നോണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ മുദ്ര അഭിനയം ഏതെങ്കിലും പാട്ട് ചേച്ചി സജസ്റ്റ് ചെയ്യാനുണ്ടോ? കൃഷ്ണ നീ ബേഗനെ ഷോ എൻ്റെ ഒരു ഭാഗ്യമല്ലേ മാമിന്റെ കൂടെ. എനിക്ക് ഭാഗ്യമാണ് മോളുടെ കൂടെ ചെയ്യണം ഈ വയസ്സില് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും വിഷ്വലി നല്ലൊരു ട്രീറ്റ് ആയിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക്. റെഡി? ഓക്കെ, റെഡി. കൃഷ്ണ 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 നീ ബേഗനെ ബാരോ കൃഷ്ണ നീ ബേഗനെ ബാരോ കൃഷ്ണ നീ ബേഗനെ ബാരോ 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 കൃഷ്ണ ബാരോ ബാരോ
അതായത് കോസ്റ്റ്യൂം ഒക്കെ കണ്ടപ്പോ ചേച്ചിക്ക് ഒരു കളിക്കാൻ ഒരു മോഹിനിയാട്ടം ചെയ്യാൻ ഒരു മോഹം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരു ഭാഗ്യമല്ലേ മാമിന്റെ കൂടെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. എന്തായാലും സന്തോഷം. നമ്മുടെ പ്രേക്ഷകരും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി കൂടെ വന്നിരിക്കുന്ന അദ്ദേഹത്തെ കൂടി പരിചയപ്പെടാം. ഹലോ, റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം. ഹലോ, പേര്? എൻ്റെ പേര് പ്രകാശ്. എന്ത് ചെയ്യണു? ഞാൻ എഞ്ചിനീയർ ആണ്. എഞ്ചിനീയർ ആണ്. ഞാൻ ട്രേഡിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അത് ശരി. അപ്പൊ ഈ എഞ്ചിനീയർ പഠിത്തവും അതിന്റെ ജീവിതത്തിന്റെ ഇടയിൽ ഈ കല എന്ന് പറയുന്നത് ഈ ഒരാളിലൂടെയാണ് കാണുന്നത് അല്ലേ? ഓഫ് കോഴ്സ്. ഞാനായാലും വിശ്രമവേളകൾ ആനന്ദരമാക്കാൻ ഇടയ്ക്ക് ഇതുപോലെ നാഥാ നീ വരൂ ഒക്കെ കളിക്കാറുണ്ടോ? ഇല്ല, വീട്ടിൽ അങ്ങനത്തെ ഒന്നുമില്ല. സ്റ്റേജ് പെർഫോമൻസ്. വീട്ടിലത് വേറെ വീട്ടില് വേറെ. ഇനി മോളുടെ പേര് പറയൂ. നിധി. നിധി. നിധിക്കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കണേ? തേർഡ് സ്റ്റാൻഡേർഡില്. അത് ശരി. അപ്പൊ ഡാൻസ് പഠിച്ചു തുടങ്ങിയോ? പഠിച്ചു തുടങ്ങി. അമ്മയുടെ അടുത്താണോ? അമ്മയുടെ അടുത്താണ്. അപ്പൊ ഡാൻസ് ഒക്കെ ഇപ്പൊ മുദ്രകളൊക്കെ പഠിച്ചു തുടങ്ങിയോ? പതാക, ത്രിപതാക ഒക്കെ പഠിച്ചാ? ഡാൻസ് ഇഷ്ടാണോ? നല്ല ഇഷ്ടമാണ്. അപ്പം താങ്ക് യു സോ മച്ച്. നിങ്ങളെ രണ്ടുപേരും പരിചയപ്പെട്ടതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. സ്വാസിക ജി ആയിട്ടും അതുപോലെ ശ്രീജ മാഡമായിട്ടും പരിചയപ്പെടാനും ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വലിയ സന്തോഷം. താങ്ക് യു.